നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് അശ്ലീല ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ ദിലീപിന്റെ പേര് പറയാതിരിക്കാൻ സംവിധായകൻ നാദൃശയോട് വിലപേശിയ പൾസർ സോനിയുടെ സഹതടവുകാരൻ വിഷ്ണു ദിലീപിനെ കൊടുക്കാൻ ഇറങ്ങിയിരിക്കുന്നവരെന്ന് പറഞ്ഞ മലയാള സിനിമയിലെ 3 പ്രമുഖരുടെ പേരുകളെന്ന് സൂചന. നടൻ പൃഥ്വിരാജ്, നിർമ്മാതാവും മോഹൻലാലിന്റെ ഡ്രൈവറും സന്തത സഹചാരിയുമായ ആന്റണി പെരുമ്പാവൂർ, നടി പൂർണിമ എന്നിവരുടെ ഭാഗത്തുനിന്നും ദിലീപിന്റെ പേര് പറയാൻ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞായിരുന്നു വിലപേശൽ. എന്നാൽ നിങ്ങൾ 1.5 കോടി തന്നില്ലെങ്കിൽ 2.5 കോടി നൽകാൻ ആളുണ്ടെന്നായിരുന്നു ഭീഷണി. പൾസർ സോനി പറഞ്ഞിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞു വന്ന കോൾ ആയതിനാൽ പന്തികേട് തോന്നിയ നാദൃശ്യം ഫോൺ കട്ടാക്കി ഉടൻ സുഹൃത്തിന്റെ ഫോണിൽ നിന്നും അങ്ങോട്ട് വിളിച്ച് കോൾ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഇത് പ്രതികളുടെ ബ്ലാക്ക്മെയിലിംഗ് തന്ത്രമാണെന്ന നിഗമനത്തിലാണ് ദിലീപും സുഹൃത്തുക്കളുമെങ്കിലും വിഷ്ണുവിന്റെ പേരിൽ പരാതി നൽകിയ സ്ഥിതിക്ക് ഈ കോളിനെ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വിഷ്ണു പുറത്തു പറഞ്ഞ പേരുകാരിൽ ആരുമായും ദിലീപ് നല്ല ബന്ധത്തിലല്ല. നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഏറ്റവും അധികം പിന്തുണ നൽകി കൂടെ നിന്നയാളാണ് പൃഥ്വിരാജ്. സംഭവത്തിന് ശേഷം നടി ആദ്യമായി അഭിനയിച്ചതും പൃഥ്വിരാജിന്റെ കൂടെയാണ്. പൃഥ്വിരാജിന്റെ സഹോദരനും നടനുമായ ഇന്ദ്രജിത്തുമായി ദിലീപ് നല്ല ബന്ധത്തിലല്ലെന്ന കാര്യവും പരസ്യമായ രഹസ്യമാണ്. നടി മഞ്ജു വാര്യർ ദിലീപുമായി വേർപിരിഞ്ഞ ശേഷം സിനിമാ രംഗത്ത് സജീവമായ 2 ബിഗ് ബജറ്റ് സിനിമയിലാണ് മോഹൻലാലിനൊപ്പം അഭിനയിച്ചത്. ഈ ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുന്ന ഒടിയനിലും മോഹൻലാലിന്റെ നായിക മഞ്ജു വാര്യരാണ്. എന്നാൽ നാദൃശ്യെ വിളിച്ചത് വിഷ്ണു അല്ല, പൾസർ സുനി തന്നെയാണെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്ന വിവരം. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.